നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിഷൻ്റെ ഭാഗത്തുള്ള റീവാലുവേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം പഠിക്കണം. ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ആ പാർട്ണറുടെ റേഷ്യോയിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ റേഷ്യോയുടെ കാൽക്കുലേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിലവിലുള്ള അസറ്റുകൾ അതൊക്കെ നമ്മൾ ഒന്നുകൂടെ വാല്യൂ ചെയ്യണം. അതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ് എന്ന് പറയാം. അവിടെ ലാബിലിറ്റീസ് ഒന്നും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് റീ അസസ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ്. അതായത് അസറ്റും ലാബിലിറ്റിയും വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ പുതുക്കണം, അതായത് റീവാല്യൂ ചെയ്യണം, വീണ്ടും വാല്യൂ ചെയ്യണം എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ റീവാലുവേഷൻ സംഭവിക്കുന്നത് നോക്കാം. ഫോളോയിങ് ഇൻ ബാലൻസ് ഷീറ്റ്, താഴെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. എയും ബിൻ്റെയും ബാലൻസ് ഷീറ്റാണ്. എയും ബിയും ആണ് പാർട്ട്നേഴ്സ്. അവർ പ്രോഫിറ്റ് വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം, ലാബിലിറ്റീസും ഉണ്ടാവും അസറ്റ്സും ഉണ്ടാവും. അവിടെ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർക്കെങ്കിലും പൈസ കൊടുക്കാണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രെഡിറ്റേഴ്സ്. അങ്ങനെ 20,000 നമ്മൾ പുറത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ലാബിലിറ്റി ഉണ്ട്, പുറത്തേക്ക് ഒരു 20,000 കൊടുക്കാനുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഉണ്ട്, ഇത് ഓണേഴ്സിന് കൊടുക്കാനുള്ളതാണ്. 30,000 എക്ക്, ബിക്ക് 20,000. ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, പേഴ്സണലായിട്ട് അവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്റേണൽ ലാബിലിറ്റി എന്നും പറയും. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 3,000, ഡെപ്റ്റേഴ്സ് 12,000 തരാണ്ട്, സ്റ്റോക്ക് 15,000 രൂപ ഉണ്ട്, ഫർണിച്ചർ 10,000 ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 ഉണ്ട്. ഇതാണ് ഈ കമ്പനിയുടെ നിലവിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദാറ്റ് ഡേറ്റ്, ഏത് ഡേറ്റ്, ഓൺ ദാറ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡേറ്റ്, ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റ് April 1, 2015. ഓൺ ദാറ്റ് ഡേറ്റ് സി ഈസ് അഡ്മിറ്റഡ്. ഒരു പുതിയൊരു പാർട്ണർ വരികയാണ്. സി എന്ന് പറയുന്ന ഒരു പാർട്ണർ വരികയാണ്. പുതിയൊരു പാർട്ണർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്, പുതിയ പാർട്ണർ വരുമ്പോൾ ഗുഡ് വില്ല് കൊണ്ടുവരണം അല്ലേ. ഗുഡ് വില്ല് കൊണ്ടുവരണം. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, എന്താണ് ഗുഡ് വില്ല് എന്നുള്ളത്. ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഗുഡ് വില്ല് എന്ത് ചെയ്യണം, കൊണ്ടുവരേണ്ടതുണ്ട്. പാർട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് സി കൊണ്ടുവരണം. സി ഇസ് ടു ബ്രിങ്, സി കൊണ്ടുവരണം, സി കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻ റുപ്പീസ്, ക്യാഷ് ആയിട്ട് 15,000 രൂപ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരണം, 5,000 രൂപ ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരണം. അതായത് മൊത്തം 20,000 രൂപ ആര് കൊണ്ടുവരാനുണ്ട്, നമ്മുടെ സി എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്ന പാർട്ണർ മൊത്തം 20,000-ൽ 15,000 രൂപ അയാളുടെ ക്യാപിറ്റലായിട്ടും എടുക്കാം, 5,000 രൂപ അയാൾ ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരണം. നമ്മൾ ആദ്യം ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല്. ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പഴയ പാർട്ണേഴ്സിന് കുറച്ചൊരു സാക്രിഫൈസ് ഉണ്ടല്ലേ. ആ സാക്രിഫൈസ് ഉള്ളത് കൊണ്ട് തന്നെ ആ പാർട്ണർ എന്തുമായിട്ട് വരണം ബിസിനസ്സിലേക്ക്, ഗുഡ് വില്ല്. അപ്പോൾ ഗുഡ് വില്ല് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഗുഡ് വില്ല് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അയാൾക്ക് എത്ര ഷെയർ ഉണ്ടാവുക, 1/6 ഷെയറാണ് ഫ്യൂച്ചറിൽ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ വാല്യൂ റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്, സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ എത്രയാണ്, ഇയാൾ പുതിയ പാർട്ണർ വരുന്ന മൊമെൻറ്റിൽ എത്രയാണ് വാല്യൂ, 15,000. ഈ 15,000 എന്നുള്ള വാല്യൂ ഒരു 10% കുറയും. അപ്പോൾ റീവാല്യൂ ചെയ്യുമ്പോൾ ഒരു 10% കുറയും. മക്കളെ സ്റ്റോക്ക് അസറ്റ് അല്ലേ, അസറ്റിൻ്റെ വാല്യൂ കുറയുമെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില കുറയുന്നത് കമ്പനിക്ക് ഒരു ലോസ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റാണ്, അതിൻ്റെ വില അപ്രീസിയേറ്റ് ആവും. അപ്രീസിയേറ്റ് ആവും എന്ന് പറഞ്ഞാൽ കൂടും. എത്ര ശതമാനം കൂടും, 10% കൂടും. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ എത്രയാണ്, 30,000 ആണ്, അത് 30% കൂടും. 10% കൂടും. ആ 10% കൂടുക എന്ന് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് ഫർണിച്ചർ ഈസ് റീവാല്യൂഡ്. ഫർണിച്ചർ വീണ്ടും വാല്യൂ ചെയ്തു, എത്ര രൂപയ്ക്ക്, 9,000 രൂപയ്ക്ക്. അതായത് ഫർണിച്ചറിന്റെ പഴയ വാല്യൂ എത്രയാണ് മക്കളെ, 10,000 അല്ലേ, അതിന് ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, 9,000. അപ്പോൾ 1,000 രൂപ അവിടെ ലോസ് ഉണ്ട്. ക്ലിയർ, നമുക്കിത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ വെക്കണം. പ്രൊവിഷൻ എന്താണെന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ വെക്കുന്നത്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റിന് പ്രൊവിഷൻ വെക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഈസ് ടു ബി ക്രിയേറ്റഡ്, ഡെപ്റ്റേഴ്സിൻ്റെ മേലെയാണ് വെക്കുക 5%. മക്കളെ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാക്കടം അല്ലേ, നമുക്ക് നഷ്ടം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത്. സോ ഇതൊരു ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഒരു ലാബിലിറ്റിയാണ്, ലാബിലിറ്റി കൂടുകയാണ് പ്രൊവിഷൻ വെക്കുമ്പോൾ, അതുകൊണ്ടത് നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് 200 രൂപ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഇലക്ട്രിസിറ്റി ബില്ല്. 200 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാണെങ്കിൽ അതും എന്താണ്, ലാബിലിറ്റിയാണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റാണ്, വർത്ത് ₹1,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നോട്ട് മെൻഷൻ ഇത് ബാലൻസ്, ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഈ ക്രെഡിറ്റർ, ഒരു ക്രെഡിറ്റർ ഉണ്ട് 100 രൂപ, ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി. അയാളുടെ പൈസ എന്ത് ചെയ്യില്ല, ക്ലെയിം ചെയ്യില്ല, അയാളുടെ പൈസ എടുക്കില്ല.
ആൻഡ് ഈസ് ടു ബി റിട്ടൺ ഓഫ്. അത് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. നമ്മളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്? ജേണൽ എൻട്രി വരയ്ക്കണം. ആ ജേണൽ എൻട്രി നമ്മൾ എഴുതണം. അതേപോലെ റീവാല്യൂഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇത് വളരെ കുഴപ്പമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് റീവാല്യൂഷൻ അക്കൗണ്ടും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ്, ഒരു പാർട്ണർ വരുന്ന കേസാണ്. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്താണ് റീവാല്യൂഷൻ. ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഫേം പൂട്ടുന്നില്ലല്ലോ, ഫേം കണ്ടിന്യൂ ചെയ്യില്ലേ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ റീവാല്യൂ ചെയ്തിട്ട് പുതിയ വാല്യൂ കണ്ടുപിടിക്കും. അതുപോലെ ലാബിലിറ്റീസിൻ്റെ വാല്യൂ ഒന്നും കൂടെ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്തിട്ട് പുതിയ വാല്യൂ കണ്ടുപിടിക്കും. ക്ലിയർ? ചിലപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ പ്രോഫിറ്റ്, അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ലോസ്. ലാബിലിറ്റിയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ലോസ്, ലാബിലിറ്റിയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ്. നേരെ തിരിച്ച് അല്ലേ? ലാബിലിറ്റി ആണ് ബാധ്യതയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് അറിയോ? ഈ നിലവിലുള്ള അസറ്റിൻ്റെ നിലവിലുള്ള ലാബിലിറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്യാനുള്ള കാരണം പുതിയ പാർട്ണർ വരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിലും ലോസിലും പുതിയ പാർട്ണർക്ക് പങ്കുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഈ നിലവിലുള്ള അസറ്റും നിലവിലുള്ള ലാബിലിറ്റിയും ആരുതാണ്? ആക്ച്വലി പഴയ പാർട്ണേഴ്സിൻ്റെ ആണ്. സോ അതിൻ്റെ പ്രോഫിറ്റ് ലോസൊക്കെ ഏറ്റെടുക്കേണ്ട ആരാണ്? പഴയ പാർട്ണേഴ്സ്. പഴയ റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റെടുക്കേണ്ടത്. പുതിയ പാർട്ണർക്ക് അതിൽ പങ്കില്ല. ക്ലിയർ? അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. നോക്കാം. ആദ്യം ചെയ്യാൻ പറഞ്ഞ ജേണൽ എൻട്രിയാണ്. മക്കളെ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് പാർട്ണേഴ്സാണ് ഇവിടെ ഉള്ളത്, എയും ബിയും. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു പാർട്ണർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അയാളൊരു സമ്മാനവുമായിട്ട് വരണം. ആ സമ്മാനത്തിൻ്റെ പേരെന്താ? ഗുഡ് വില്ല്. നമുക്ക് നോക്കാം. ആ ഗുഡ് വില്ല് ആദ്യം ട്രീറ്റ് ചെയ്യണം. നോക്കിക്കേ, സി ഈസ് ടു ബ്രിങ്. സി കൊണ്ടുവരേണ്ടതുണ്ട് ₹15,000 രൂപ കൊണ്ടുവരേണ്ടത് ക്യാപിറ്റലായിട്ടാണ്. ആൻഡ് കൂടെ തന്നെ ₹5,000 രൂപയുടെ കൊണ്ടുവരണം. എന്തായിട്ടാണ്? ഗുഡ് വില്ലായിട്ടാണ്. ഈ ഗുഡ് വില്ല് കൊണ്ടുവരുന്ന ആർക്കും വേണ്ടിയിട്ടാണെന്ന് അറിയോ? എക്കും ബിക്കും ആണ്. എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും സി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. സോ എക്കും ബിക്കും സി ഈ ഗുഡ് വില്ല് കൊടുക്കണം. സിക്ക് സീനെ ഗുഡ് വില്ല് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ സി എന്ത് ചെയ്തു? 5,000 രൂപ ഗുഡ് വില്ലായിട്ട് വരികയാണ്. സോ ഇവിടെ ആക്ച്വലി 20,000 രൂപ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ആക്ച്വലി എത്ര രൂപ കൊണ്ടുവരുന്നുണ്ട്? 20,000 രൂപ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. നമുക്കിതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുക ജേണലിൻ്റെ. ഫസ്റ്റ് ഒരു ഡേറ്റ് കോളം, പിന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ഒരു LFൻ്റെ കോളം, പിന്നെ 2 എമൗണ്ട് കോളം, ഒരു ഡെബിറ്റിൻ്റെ കോളം, ഒരു ക്രെഡിറ്റിൻ്റെ കോളം. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സി ഈസ് ടു ബ്രിങ് ₹15,000 ആസ് ക്യാപിറ്റൽ. 15,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരും. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ ഉറപ്പിച്ചോ 15,000 രൂപ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ 15,000 രൂപ സീൻ്റെ പൈസ തന്നെയാണ്. ആ പൈസ സിക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ 5,000 രൂപ ഗുഡ് വില്ല എന്ന് പറഞ്ഞാൽ അത് സീൻ്റെ പൈസയല്ല. സി കൊണ്ടുവരണം. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്കുള്ള സമ്മാനമാണ്? എന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരാം, 5,000 രൂപ നിങ്ങൾ വീതിച്ചെടുത്തോളാം. ക്ലിയർ? അപ്പോൾ ഞാനിതിവിടെ എഴുതാണ് കേട്ടോ. എങ്ങനെ എഴുതണം നോക്കാം. ഡേറ്റ് നമ്മൾ എന്നാണ് അയാൾ കൊണ്ടുവരുന്ന ഡേറ്റ് എന്നാണ്? 1/4/2015. ആ ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, എന്തായിരിക്കും എഴുതുക? പൈസ കൊണ്ടുവരുമ്പോൾ ബാങ്കിൽ പൈസ കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ ക്യാഷായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ബാങ്ക് കൊടുത്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ ബാങ്കിൽ കൂടും മക്കളെ? 20,000 രൂപ. ബാങ്ക് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 2. ഇതിൽ സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? സീൻ്റെ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് എന്ന് പല തവണ പറഞ്ഞതല്ലേ? 15,000 രൂപ. 15,000 രൂപ സീൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ 15,000 എഴുതിയാൽ മതി. ബാക്കി 5,000 എന്താണ്? ബാക്കി 5,000 ഇവിടെ ഇടുക. കാരണം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണോ? അപ്പോൾ അതെന്താണ്? ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ. ഇങ്ങനെയാണ് ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുമ്പോൾ ട്രീറ്റ് ചെയ്യുക. ക്യാഷായിട്ട് കൊണ്ടുവരാത്ത കേസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗുഡ് വിൽ ഇങ്ങനെയാണ് ക്യാഷായിട്ട് കൊണ്ടുവരുമ്പോൾ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം. ബീയിങ് മിസ്റ്റർ സി കോൺട്രിബ്യൂട്ടഡ്
rupees 15,000 as capital and rupees 5,000 as goodwill. ഗുഡ്വിൽ ആയിട്ട് 5,000 രൂപയും 15,000 രൂപ അയാളുടെ ക്യാപിറ്റലായിട്ടും ബിസിനസ്സിലേക്ക് ഇറക്കി. അങ്ങനെ 20,000 രൂപ നമുക്ക് കിട്ടി. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. ഇനി അടുത്ത എന്താണെന്നറിയോ? ഈ ഗുഡ്വില്ല് 2 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. ആരൊക്കെയാണ് 2 ആൾക്കാർ? 2 ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ 2 ആൾക്കാർ ആരൊക്കെയാണ്? എയും ബിയും ആണ്. പഴയ പാർട്ട്നേഴ്സിനാണ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്നറിയോ? ഈ ക്രെഡിറ്റിലുള്ള ഗുഡ്വില്ലിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് കിടും. കാരണം ഈ ഗുഡ്വില്ല് നമ്മൾ വീതിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ക്രെഡിറ്റിലുള്ള ഗുഡ്വില്ലിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് കിടും. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് പഠിക്കാൻ നല്ല സുഖമാണ്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ ഗുഡ്വില്ല് നമ്മൾ പുറത്ത് ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കണം അല്ലേ? 5,000 രൂപ. 5,000 വീതിച്ചു കൊടുക്കണം. ഇത് 2 പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ കൂട്ടുക. 2 ഏതൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നറിയോ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ അടുത്ത ആളാരാ? 2 ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സീൻ്റെ ഗുഡ്വില്ല് സിക്ക് കിട്ടുമോ? ഇല്ല. ഈ 2 ആൾക്കുള്ള സമ്മാനമാണ്. ഇത് എങ്ങനെ വീതിക്കുന്നുള്ളതാണ് മക്കളെ. എയും ബിയും സി വരുന്നതിൻ്റെ ഭാഗമായിട്ട് സാക്രിഫൈസ് ചെയ്യല്ലേ? ആ സാക്രിഫൈസ് ചെയ്യുന്നുള്ള സമ്മാനമല്ലേ ഗുഡ്വില്ല്? അപ്പോൾ ആ സാക്രിഫൈസ് ചെയ്ത റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? ആ സാക്രിഫൈസ് ചെയ്ത റേഷ്യോയിലാണ് എന്ത് ചെയ്യുക? വീതിക്കുക. സാക്രിഫൈസ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുക നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ മക്കളെ സാക്രിഫൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സാക്രിഫൈസ് കണ്ടുപിടിക്കാൻ ഓൾഡ് റേഷ്യോ എന്ത് കുറച്ചാൽ മതി? ന്യൂ റേഷ്യോ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് ഓൾഡ് റേഷ്യോയും കണ്ടുപിടിക്കണം, ന്യൂ റേഷ്യോയും കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ നമുക്കറിയാം 3:2 ആണ്. പിന്നെ ന്യൂ റേഷ്യോ നമുക്കറിയില്ല. എന്നാൽ 1/6 ഷെയറാണ് നമ്മുടെ ആർക്ക് കിട്ടുക? 1/6 ഷെയറാണ് നമ്മുടെ ആർക്ക് കിട്ടുക? സിക്ക് കിട്ടുക എന്നറിയാം. ഈ 2 ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. എന്താ ട്രിക്ക് എന്നറിയോ? ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇനി വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ സെയിം ആൻസറായിരിക്കും കിട്ടുക. 3:2 അല്ലേ ഓൾഡ് റേഷ്യോ? ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 3+2 എന്ന് പറഞ്ഞാൽ 5 ഷെയർ അല്ലേ വരിക അല്ലേ? ഇനി ഇതിന് 6 ഷെയർ ആക്കിയിട്ട് അതിൽ ഒരു ഷെയർ ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ സി കൊടുക്കല്ലേ? 1/6 അല്ലേ? അപ്പോൾ ഒരു ഷെയറോടെ കൂട്ടിയാൽ ഇങ്ങനെയല്ലേ വരിക? അതായത് 3:2:1. അതായത് 3:2:1. ആ ഒരു ഷെയർ കൂടെ കൂട്ടുമ്പോൾ 1/6 ആവും. ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് തന്നെ ആൻസർ കിട്ടുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൻസറായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക എന്നുള്ളത് നോക്കുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണ് മക്കളെ? എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ 3:2. ഇതാണ് എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സീസ് ന്യൂ ഷെയർ. സിയുടെ പുതിയ ഷെയർ. സിക്ക് എത്ര ഷെയർ നമ്മൾ കൊടുക്കുന്നത്? 1/6 ആണ് അല്ലേ? ഫ്യൂച്ചർ പ്രോഫിറ്റിൽ 1/6 ആണ് കൊടുക്കുക. അപ്പോൾ ന്യൂ റേഷ്യോ എങ്ങനെ കാണുക? റിമൈനിങ് ഷെയർ. റിമൈനിങ് ഷെയർ നമ്മൾ റേഷ്യോയുടെ കാൽക്കുലേഷനിൽ ഇങ്ങനത്തെ ഒരു കേസ് പഠിച്ചിട്ടുണ്ട്. എത്ര ബാക്കി ഷെയർ ഉള്ളത്? 5/6. അപ്പോൾ ഈ 3:2 ഈ 5/6 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അതായത് എസ് ന്യൂ ഷെയർ. എൻ്റെ പുതിയ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? എൻ്റെ ഓൾഡ് ഷെയർ എത്ര മക്കളെ? 3/5 ആണ് അല്ലേ? ഇൻറ്റു 5/6 ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നറിയില്ല. 3 × 5 15, 5 × 6 30. ഇനി അതേപോലെ ബീൻ്റെ ന്യൂ ഷെയർ. ബീസ് ന്യൂ ഷെയർ. ബീൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/5 ആണ്. ഇൻറ്റു 5/6 ആണ് റിമൈനിങ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ആക്കുക. 2 × 5 10, 5 6 30. സീൻ്റെ ന്യൂ ഷെയർ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സീസ് ന്യൂ ഷെയർ. സീസ് ന്യൂ ഷെയർ എത്രയാണ്? സീൻ്റെ ന്യൂ ഷെയർ 1/6. ഇതിനെ 30 കാക്കുമ്പോൾ ഇവിടെ 5 ഗുണിക്കുക. അപ്പോൾ മേലെ 5 ഗുണിക്കുക. 5/30. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ന്യൂ റേഷ്യോ ബിറ്റ്വീൻ
A, B and C is equal to 15:10:5. 15:10:5. ഇതിന് ഷോർട്ട് ആക്കുമ്പോൾ 3:2:1. ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണം? ഈ റേഷ്യോ കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ഗുഡ്വില്ല് എക്കും അവകാശമുണ്ട്, ബിക്കും അവകാശമുണ്ട്. ആരെ ഗുഡ്വില്ല്? സി കൊണ്ടുവന്ന 5000 രൂപ. അപ്പോൾ 5000 എങ്ങനെ വീതിക്കുക? സാക്രിഫൈസ് റേഷ്യോയിലെ വീതിക്കുക. സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓൾഡ് റേഷ്യോ എന്ന് ന്യൂ റേഷ്യോ കുറച്ചാൽ മതി. അപ്പോൾ ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ കിട്ടി, ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഓൾഡ് റേഷ്യോന്ന് ഈ ന്യൂ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്റെ സാക്രിഫൈസും കിട്ടും, ബിന്റെ സാക്രിഫൈസും കിട്ടും. അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. എസ് സാക്രിഫൈസ്. മക്കളെ, എൻ്റെ ഓൾഡ് ഷെയർ 3/5 ആണ്. മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? ഇതാ 3:2:1 അല്ലേ? ന്യൂ ഷെയറിന് 3/6 വരിക. ഇത് മൈനസ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 6 18, 3 5 15, 5 6 30, അതായത് 3/30. നെക്സ്റ്റ് ബീസ് സാക്രിഫൈസ്. ബീൻ്റെ സാക്രിഫൈസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓൾഡ് ഷെയർ എത്ര? 2/5. ന്യൂ ഷെയർ എത്ര? 2/6. 2 6 12, 2 5 10, 5 6 30, 2/30. അങ്ങനെയാണ് സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്? 3:2. ഇതാണ് അവരുടെ സാക്രിഫൈസ് റേഷ്യോ. ഈസി. ഇനി നമ്മൾ എന്താ ചെയ്യണം അറിയോ? ഈ 3:2 ആണ് സാക്രിഫൈസ് റേഷ്യോ. ഈ 3:2 നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? നമ്മുടെ ഗുഡ്വിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നോക്കാം. എക്ക് എത്ര കിട്ടും, ബിക്ക് എത്ര കിട്ടും? 5000. ഇവിടെ ബ്രാക്കറ്റിൽ ഞാൻ ചെയ്യാണ്. 5000 × 3:2 ആകുമ്പോൾ 3/5. സാക്രിഫൈസ് റേഷ്യോ ആണ്, ഓൾഡ് റേഷ്യോ അല്ലാതെ. ഇവിടെ ഉദ്ദേശം രണ്ടും സെയിം ആണെങ്കിലും സാക്രിഫൈസ് റേഷ്യോയിലാണ് വീതിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ 5000 × 2/5 എത്ര ഉണ്ടാവും? ഇവിടെ 3000 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 2000 ഉണ്ടാവും. ക്ലിയർ? യെസ്. 3000 2000. ഇനി ബ്രാക്കറ്റിൽ നമ്മൾ അതിൻ്റെ നരേഷൻ എഴുതാണ്. ബീയിങ് ഷെയർ ഓഫ് ഗുഡ്വിൽ distributed among old partners in their sacrifice ratio. 3:2. ഇങ്ങനെ ഒരു നരേഷനും കൂടെ എഴുതി കൊടുത്താൽ ബെറ്ററായി. അപ്പോൾ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. മക്കളെ, ഈ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? അവിടുത്തെ അസറ്റും ലാബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? റീവാല്യൂ ചെയ്യണം. ആ ഫേമിൻ്റെ അസറ്റും ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? റീവാല്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആ ഫേമിൻ്റെ അസറ്റും ലാബിലിറ്റി എന്ത് ചെയ്യാൻ പോവാണ്? റീവാല്യൂ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം. നോക്കാം. അടുത്ത ഐറ്റംസ് നോക്കാം. എന്തൊക്കെ അസറ്റാണ് റീവാല്യൂ ചെയ്യുന്നത്, എന്തൊക്കെ ലാബിലിറ്റീസാണ് റീവാല്യൂ ചെയ്യുന്നത് നോക്കിക്കോണേ. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ വാല്യൂ അസറ്റാണ്. റെഡ്യൂസ്ഡ് ബൈ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു. എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു? 10%. സ്റ്റോക്ക് കുറഞ്ഞാൽ, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റാ. അപ്പോൾ സ്റ്റോക്ക് ക്രെഡിറ്റാ. അപ്പോൾ ഡെബിറ്റിൽ എന്താ വരിക? റീവാല്യൂഷൻ. ഏതാണോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റീവാല്യൂഷൻ. ഇതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. അക്കൗണ്ട് വരച്ച് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ നിങ്ങൾ എൻട്രി മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്റ്റോക്ക് അസറ്റാ, കുറഞ്ഞ അസറ്റ് ക്രെഡിറ്റാ, സ്റ്റോക്ക് ക്രെഡിറ്റ്, ഡെബിറ്റിൽ അപ്പോൾ എന്ത് എഴുതുക? റീവാല്യൂഷൻ എഴുതുക. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞു. അപ്പോൾ എന്താണ് എൻട്രി എന്നറിയോ? റീവാല്യൂഷൻ ഡെബിറ്റ്. റീസൺ സ്റ്റോക്ക് അസറ്റാ, അതിൻ്റെ വാല്യൂ കുറയുമ്പോൾ സ്റ്റോക്ക് ക്രെഡിറ്റ്. അപ്പോൾ റീവാല്യൂഷൻ ഡെബിറ്റ്. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ്. 2 സ്റ്റോക്ക് അക്കൗണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് എഴുതണം. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ എത്രയാണ് മക്കളെ? സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ 15,000 ആണ്. ഈ 15,000ൻ്റെ 10% കുറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെ എഴുതാമെന്നറിയോ? 15,000 × 10%. 15,000 × 10%. എത്ര ഉണ്ട്? 15,000ന് 10% 1500 വരും.
ഇതാണ് കുറഞ്ഞത്. ഇനി അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു സ്റ്റോക്കാണ് എൻട്രി വരിക. ഞാൻ നരേഷൻ എഴുതാണ്. ബീയിങ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡിക്രീസ്ഡ്, കുറഞ്ഞു. എത്ര ശതമാനം കുറഞ്ഞു? ബൈ 10%, 10% കുറഞ്ഞു. അപ്പോൾ ആ 1500 രൂപ നമ്മൾ എവിടെ എഴുതി? റീവാലുവേഷൻ്റെ ഡെബിറ്റിൽ എഴുതി. മക്കളെ, റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആവാനുള്ള റീസൺ ഒന്ന് ശ്രദ്ധിച്ചോ. റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയോ? ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ. റീവാലുവേഷൻ്റെ സമയത്തുള്ള ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ. അപ്പോൾ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാനുള്ള ഏത് അക്കൗണ്ട് ആണെങ്കിലും ഡെബിറ്റിൽ നഷ്ടമായിരിക്കും, ക്രെഡിറ്റിൽ ലാഭമായിരിക്കും. ഇത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റിൽ എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റിൽ ഇൻകം ആണ് എന്ന് പറയുന്ന പോലെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ടാണ്. അങ്ങനത്തെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലൊക്കെ നഷ്ടമായിരിക്കും, ക്രെഡിറ്റിലൊക്കെ ഇൻകം ആയിരിക്കും, ലാഭമായിരിക്കും. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റിലല്ലേ ഈ 1500 എഴുതിയത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പൈസ നഷ്ടമാണ്, കാരണം അസറ്റിൻ്റെ വില കുറയുമ്പോൾ നഷ്ടമാണ്. കോൺസെപ്റ്റ് കിട്ടി. സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞുകൊണ്ട് സ്റ്റോക്ക് ക്രെഡിറ്റ് 1500. ഈസി. ഇനി നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്താ നോക്കാം. വൈൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എഗെയിൻ അസറ്റ് ആണ്, ഈസ് അപ്രീസിയേറ്റഡ്, വില കൂടി. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ക്രെഡിറ്റിൽ എന്താ? റീവാലുവേഷൻ. എന്തുകൊണ്ടാണ് മക്കളെ റീവാലുവേഷൻ ഇവിടെ ക്രെഡിറ്റ് ആവാൻ കാരണം? അസറ്റിൻ്റെ വില കൂടുമ്പോൾ, അസറ്റിൻ്റെ വില കൂടുന്നു, പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഈസി. അപ്പോൾ നമുക്കത് ചെയ്യാം. അടുത്ത എൻട്രി എങ്ങനെ നമ്മൾ നിങ്ങളുടെ കൂടെ എഴുതാട്ടെ. എൻ്റെ കൂടെ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുക. പലപ്പോഴും നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യുക? ഇരുന്ന് കൂടെ അങ്ങനെ എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എഴുതാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി വില കൂടി എന്നല്ലേ പറഞ്ഞത്? 2. അപ്പോൾ ഏത് അക്കൗണ്ട് ഓപ്പോസിറ്റ് ഇടുക? റീവാലുവേഷൻ. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. റീവാലുവേഷൻ അക്കൗണ്ട്. ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു. എത്രയാണ് മക്കളെ? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പഴയ വാല്യൂ എത്രയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പഴയ വാല്യൂ 30,000 ആണ്. അതിൽ എത്ര ശതമാനം കൂടി? 10% കൂടി എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാണ് 30,000 × 10%. എത്ര ഉണ്ടാവും? 3000. ഈ 3000 ഡെബിറ്റിൽ എഴുതി, ഇവിടെ ഒരു 3000 ക്രെഡിറ്റിൽ എഴുതി. കാരണം ഇൻകമാണ്. അസറ്റിൻ്റെ വില കൂടുമ്പോൾ ലാഭമാണ്. നരേഷൻ എഴുതണം. ഞാൻ ഒന്ന് ഫോർമാറ്റ് ഒന്ന് വലുതാക്കട്ടെ. നരേഷൻ ഇതാണ്. നരേഷൻ ബീയിങ് വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ബൈ 10%. 10% എന്ത് ചെയ്തു? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കൂടി. ഈസി. നെക്സ്റ്റ്. ഇനി അടുത്ത ഐറ്റം എന്താണെന്നറിയോ? ഫർണിച്ചർ ഈസ് റീവാല്യൂഡ്. ഫർണിച്ചർ റീവാല്യൂ ചെയ്ത് വെച്ചു. കൂടിയെന്നോ കുറഞ്ഞു എന്നല്ല പറഞ്ഞത്. അത് റീവാല്യൂ ചെയ്തപ്പോൾ 9,000 റുപ്യ ആയി. അറ്റ് റുപ്പീസ്. ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ്? 9,000. ഫർണിച്ചറിൻ്റെ ഓൾറെഡി 10,000 ആണ് വില ഉള്ളത്. അതിപ്പോൾ 9,000 എന്ന് പറഞ്ഞാൽ എത്ര രൂപ കുറഞ്ഞു? 1000 രൂപ കുറഞ്ഞു. നിങ്ങൾ ഫർണിച്ചർ അസറ്റാ, 1000 കുറഞ്ഞ അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റിൽ എന്താ വരിക? റീവാലുവേഷൻ. അപ്പോൾ എന്താ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. അങ്ങനെയാണോ വരിക? അല്ല. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആവുക. ഫർണിച്ചറിൻ്റെ വില കുറഞ്ഞേക്കല്ലേ, കുറയുമ്പോൾ റീവാലുവേഷൻ ഡെബിറ്റ്. ലോസ് 10,000 ആയിരുന്നു, അതിൽ 9,000 ആയി എന്ന് പറഞ്ഞാൽ 10,000 9,000 കുറച്ച് എത്ര രൂപ കുറഞ്ഞു? 1000 രൂപ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. 2. ഏതാ ക്രെഡിറ്റ് ആവുക? ഫർണിച്ചർ അസറ്റാണ്. ഫർണിച്ചർ കുറയുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് എന്തായി? ക്രെഡിറ്റ് 1000. നരേഷൻ എഴുതാം. ബീയിങ് വാല്യൂ ഓഫ് ഫർണിച്ചർ decreased to rupees 9,000. 9,000 കുറഞ്ഞു. അല്ലെങ്കിൽ ബൈ റുപ്പീസ് 1000 എന്ന് എഴുതാം. ബൈ എന്ന് എഴുതാൽ അത്രയും കുറഞ്ഞു. 2 എന്ന് പറഞ്ഞാൽ അത്ര ആയിരുന്നു. ക്ലിയർ? യെസ്. ഇനി നെക്സ്റ്റ് റീവാലുവേഷൻ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അടുത്തത് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലാബിലിറ്റി ആണ് അല്ലേ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ വെക്കണം, ലാബിലിറ്റി കൂടണം. മക്കളെ ലാബിലിറ്റി കൂട്ടുമ്പോൾ ക്രെഡിറ്റ്. പ്രൊവിഷൻ വെക്കുമ്പോൾ പ്രൊവിഷൻ ലാബിലിറ്റിയാ. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ലാബിലിറ്റി കൂടുമ്പോൾ എന്താണ്? ക്രെഡിറ്റ്. നേരെ തിരിച്ചു പഠിച്ചാൽ മതി.
അത് ക്രിയേറ്റ് ചെയ്യണം. എന്തിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡെപ്റ്റേഴ്സിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ്? 5%. മക്കൾ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് അല്ലേ? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രൊവിഷൻ കൂട്ടുക എന്നല്ലേ അർത്ഥം. പ്രൊവിഷൻ കൂട്ടുമ്പോൾ ക്രെഡിറ്റ്. എന്തിനാ പ്രൊവിഷൻ വെക്കുന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റിൽ എന്താ വരിക? റീവാലുവേഷൻ. ഞാൻ എഴുതാൻ അടുത്തത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ലാബിലിറ്റി കൂട്ടുമ്പോൾ ക്രെഡിറ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇത് ഡെപ്റ്റേഴ്സിൻ്റെ മേലെ എത്ര ശതമാനമാണ്? ഡെപ്റ്റേഴ്സിൻ്റെ മേലെ എത്ര ശതമാനമാണ്? 5% ആണ്. അപ്പോൾ ആദ്യം ഡെപ്റ്റേഴ്സ് എത്രയാണെന്ന് അറിയണം. ഡെപ്റ്റേഴ്സ് ക്വസ്റ്റിലുണ്ട് 12,000 ആണ്. ഈ 12,000ൻ്റെ 5% ആണ് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത്. ഞാൻ ഇവിടെ എഴുതുകയാണ് 12,000 ഇൻറ്റു 5%. എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം? 600 രൂപയാണ് പ്രൊവിഷനായിട്ട് വെക്കുന്നത്. ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് അല്ലേ? അതുകൊണ്ട് പ്രൊവിഷൻ ക്രെഡിറ്റ് ആയി. റീവാലുവേഷൻ എന്നുകൊണ്ട് ഡെബിറ്റ് ആണ്. ലാബിലിറ്റി കൂടുന്ന ലോസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് 600. നരേഷൻ എഴുതുക ബീയിങ് പ്രൊവിഷൻ ഫോർ doubtful debt created on sundry debtors at 5%. 5% ഡെപ്റ്റേഴ്സിൻ്റെ മേലെ എന്ത് ക്രിയേറ്റ് ചെയ്തു? പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. അടുത്ത ഐറ്റം ആൻഡ് ₹200 200 രൂപ ഈസ് ടു ബി പ്രൊവൈഡഡ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എത്ര രൂപ കാണിക്കണം? 200. ഇങ്ങനെ ക്വസ്റ്റിൽ തന്നാൽ അത് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുള്ളതാണ്. ടു ബി പ്രൊവൈഡഡ്, പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുള്ളതൊക്കെ ലാബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കാനുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ അത് ലാബിലിറ്റിയാണ്. സോ ലാബിലിറ്റി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലാബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് ആണ് ആവുക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് ക്രെഡിറ്റ് ആവും. ഡെബിറ്റിൽ എന്താ വരിക? റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഞാൻ അടുത്ത എൻട്രി എഴുതാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്, ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് ക്രെഡിറ്റ് ആവാൻ കാരണം ഇറ്റ്സ് എ ലാബിലിറ്റി. റീവാലുവേഷൻ ഡെബിറ്റ് ആവാൻ കാരണം ലാബിലിറ്റി കൂടുമ്പോൾ ലോസ്. നരേഷൻ എഴുതാണ് ബീയിങ് ഇലക്ട്രിസിറ്റി ബില്ല് പ്രൊവൈഡഡ്, ബീയിങ് ഇലക്ട്രിസിറ്റി ബില്ല് പ്രൊവൈഡഡ്. എമൗണ്ട് വരുന്ന എത്രയാണ്? ₹200 അല്ല, 200 രൂപ. 200 രൂപ നമ്മൾ ലാബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണുള്ളത് നോക്കാം. നെക്സ്റ്റ് എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. കണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് വെർത്ത് ₹1000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. നോട്ട് മെൻഷൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതിയിട്ടില്ല. ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റാണ്. ആ അസറ്റ് ഇതുവരെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം? ഒരു അസറ്റായിട്ട് കാണിക്കണം. അപ്പോൾ അസറ്റ് കൂട്ടി കാണിക്കണം. അസറ്റ് കൂട്ടുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഏതാ ക്രെഡിറ്റ് ആവുക? ഓപ്പോസിറ്റ് എന്താ എഴുതുക? റീവാലുവേഷൻ. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ്, അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ബീയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്? 1000 രൂപ ഡെബിറ്റ് ചെയ്തു. 1000 രൂപ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ആയതുകൊണ്ട്, അസറ്റ് കൂട്ടിയതുകൊണ്ട് അവിടെ ഡെബിറ്റ് ആയി. ഇനി നെക്സ്റ്റ് എ ക്രെഡിറ്റർ. ഒരു ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കാനുണ്ട്. എത്ര രൂപ കൊടുക്കാനുണ്ട്? ₹100. ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം. അതവിടെ ക്ലെയിം ചെയ്യില്ല. അതായത് ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ 100 രൂപ ഉണ്ട്. ആ 100 രൂപ അവരെന്ത് ചെയ്യില്ല? ക്ലെയിം ചെയ്യില്ല, അവർ എടുക്കില്ല. അതായത് ആ പൈസ നമുക്ക് ലാഭമോ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാണ്ട്, ആ 100 രൂപ നിങ്ങൾ ക്ലെയിം ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ 100 രൂപ എനിക്ക് ലാഭം എന്നാണ്. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ 100 രൂപ എനിക്ക് ലാഭമാണ്. അപ്പോൾ ലാബിലിറ്റി ഇവിടെ കുറഞ്ഞു അല്ലേ? 100 രൂപ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഇനി എന്ത് ചെയ്യേണ്ട? തരണ്ട. അപ്പോൾ ലാബിലിറ്റി കുറഞ്ഞു.
ഈസ് മണി, അയാളുടെ പൈസ അയാൾക്ക് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട, ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. അത് നമ്മൾ എഴുതി കളയാം. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ലാബിലിറ്റി തരാനുണ്ട് എത്ര രൂപ, 100 രൂപ. പൈസ തരാനുണ്ട് എത്ര രൂപ, ക്യാഷ് തരാനുണ്ട് എത്ര രൂപ, 100 രൂപ. ഈ 100 രൂപ ഇനി എന്ത് ചെയ്യണ്ട, തരണ്ട, നിങ്ങൾ ക്ലെയിം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമാണ്. ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്, ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്, ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ഏതാ ഡെബിറ്റ്? ലാബിലിറ്റിയുടെ പേരെന്താ മക്കളെ? ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ? 100 രൂപ. ലാബിലിറ്റി ഒഴിവാക്കി 2. ലാബിലിറ്റി കുറയുമ്പോൾ ലാഭം, അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് എന്തായി? ക്രെഡിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. എത്ര രൂപ? 100 രൂപ. ഞാൻ നരേഷൻ എഴുതാണ്. ബീയിങ് ₹100 ഓഫ് creditor is not likely to claim and is written off. അത് നമ്മൾ എന്ത് ചെയ്തു? എഴുതി തള്ളി. ക്ലിയർ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജേണൽസാണ്. ഇത്രയും ജേണൽ എൻട്രിയാണ് നമുക്ക് കാര്യമായിട്ട് എഴുതാനുള്ളത്. ഇനി 1-2 ജേണൽ എൻട്രി നമ്മൾ എഴുതാനുണ്ട്. ആ ജേണൽ എൻട്രി എന്താണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതായത് ഈ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റും ലോസും വീതിക്കുന്ന ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി നമുക്കത് എഴുതാം. അത് ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സ്പേസ് വിടണം. ആ സ്പേസ് വിട്ടിട്ട് ലാസ്റ്റ് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ജേണൽ എൻട്രീസ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ പോലെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും എഴുതാം. പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരുമിച്ച് എഴുതാം, സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതാത്തൊരു ജേണൽ എൻട്രി ഇതായിരിക്കും. ഈ എൻട്രി നമുക്ക് ലാസ്റ്റ് എഴുതാം. ഞാനിത് ഇങ്ങനെ ഇപ്പോൾ എഴുതിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നിട്ട് എഴുതാവും ബെറ്റർ ആവുക. അപ്പോൾ ഞാൻ ഇനി റീവാലുവേഷൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ പോവാണ്. റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നമ്മളത് പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ 4 കോളം വരയ്ക്കുകയാണ്. particulars amount, particulars amount. ഓക്കെ, ശ്രദ്ധിക്കുക. എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക മക്കളെ? ഈ റീവാലുവേഷൻ അക്കൗണ്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ. റീവാലുവേഷൻ്റെ സമയത്തുള്ള ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. അസറ്റ് കുറഞ്ഞ നഷ്ടം, ലാബിലിറ്റി കൂടിയ നഷ്ടം. അസറ്റ് കൂടിയ ലാഭം, ലാബിലിറ്റി കുറഞ്ഞ ലാഭം. ഇത് പഠിക്കാം. ഈ ഒരു ടെക്നിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അസറ്റ് കൂടിയാൽ ഇവിടെ എഴുതും, അസറ്റ് കൂടിയാൽ ഇവിടെ എഴുതും, കാരണം ലാഭമാണ്, ലാഭം ക്രെഡിറ്റിൽ എഴുതാം. ലാബിലിറ്റി കുറഞ്ഞാലും ഇവിടെ എഴുതും, കാരണം ലാബിലിറ്റി കുറയുന്ന ലാഭമാണ്, അത് ഇവിടെയാണ് എഴുതുക. അസറ്റ് കുറഞ്ഞാൽ ഇവിടെ എഴുതും, കാരണം നഷ്ടമാണ്. ലാബിലിറ്റി കൂടിയാൽ ഇവിടെ എഴുതും, കാരണം നഷ്ടമാണ്. ക്ലിയർ? യെസ്. ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇത് എഴുതാൻ ഇനി ഇത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺസെപ്റ്റ് വെച്ചിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ ജേണൽ എൻട്രി എഴുതിയോണ്ട് നോക്കി എഴുതാൻ പറ്റും. എന്നാലും അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇല്ലാതെ ചെയ്യും. അപ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് അതിൽ പറയാം. ജേണൽ എൻട്രി നോക്കി എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈ ക്വസ്റ്റ്യനും പറയാം. രണ്ടും പഠിക്കാമല്ലോ. യെസ്. അപ്പോൾ ജേണൽ എൻട്രി നോക്കിയിട്ട് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക നോക്കാം. നമ്മൾ എഴുതി വെച്ച ജേണൽ എൻട്രി ഞാൻ എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ്? റീവാലുവേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ റീവാലുവേഷൻ എന്ന് കാണുന്ന എല്ലാ ഭാഗവും നമ്മൾ എടുക്കണം. ഞാൻ നോക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ബാങ്കും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഇവിടെ ഗുഡ്വിൽ ഉണ്ട്, ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. ഇവിടെ റീവാലുവേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതാൻ ഉണ്ടാവില്ല. ഇവിടെ റീവാലുവേഷനും ഉണ്ട്, സ്റ്റോക്കും ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതെങ്ങനെ എഴുതും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ? ആ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റാ ക്രെഡിറ്റാ നോക്കുക. ഡെബിറ്റാണ് അല്ലേ? റീവാലുവേഷൻ ഡെബിറ്റാണ്. അപ്പോൾ റീവാലുവേഷനെ ഡെബിറ്റിൽ എഴുതാം. അപ്പോൾ റീവാലുവേഷൻ്റെ ഡെബിറ്റിലാണ് ഈ ജേണൽ എൻട്രി എഴുതുക. എന്ത് എഴുതണം? ആ ഡെബിറ്റിൽ എന്ത് എഴുതണം? ഓപ്പോസിറ്റ് എന്താ നോക്കുക. ഒരിക്കലും അതാത് അക്കൗണ്ടിൻ്റെ പേര് എഴുതില്ല. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് എഴുതില്ല. അപ്പോൾ ഓപ്പോസിറ്റുള്ള പേര് എഴുതുക. എന്താ ഓപ്പോസിറ്റ്? എന്താ? സ്റ്റോക്ക്. അപ്പോൾ ഡെബിറ്റ് കൊണ്ടിട്ട് ഞാൻ എന്ത് എഴുതാണ്? സ്റ്റോക്ക് എന്ന് എഴുതാണ്. റീവാലുവേഷൻ അക്കൗണ്ട് എടുത്തു, അതിന് ഡെബിറ്റിൽ ഞാൻ എഴുതാണ്. ഡെബിറ്റിൽ എഴുതുമ്പോൾ 2 എന്നിടും, ടു സ്റ്റോക്ക്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി നോക്കി പോസ്റ്റ് ചെയ്യുക. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. അവിടെ 1500 എമൗണ്ട്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റോ ലോസ് കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ട് അല്ലേ?
ലോസ് ആണെങ്കിൽ നഷ്ടമാണെങ്കിൽ ഡെബിറ്റ് അല്ലേ, എത്ര രൂപ നഷ്ടം? 1500. കാരണം എന്താ? സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു. ഈസി. അപ്പോൾ ജേണൽ എൻട്രി നോക്കി എഴുതാനും പഠിച്ചു, കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് അടുത്തത്, ഇനി അടുത്ത ജേണൽ എൻട്രി നോക്കുകയാണ്. അടുത്ത ജേണൽ എൻട്രിയിൽ റീവാലുവേഷൻ ഉണ്ടോ നോക്കുക. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, റീവാലുവേഷൻ ഉണ്ട്. ഇവിടെ റീവാലുവേഷൻ ക്രെഡിറ്റിലാണ് അല്ലേ, ഇവിടെ റീവാലുവേഷൻ ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിൽ എഴുതാം. എന്താ ഓപ്പോസിറ്റ്? എന്താ ഓപ്പോസിറ്റ്? പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ്. കണ്ടില്ലേ, ഓപ്പോസിറ്റ് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി. റീവാലുവേഷൻ ക്രെഡിറ്റിലാണ്, അപ്പോൾ ക്രെഡിറ്റിൽ എഴുതുക. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ക്രെഡിറ്റിൽ എഴുതുക ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി. എത്ര എമൗണ്ട് അവിടെ നോക്കിയാൽ കാണാം? 3000. ഇതിനർത്ഥം എന്താ? ക്രെഡിറ്റിൽ എഴുതുക ലാഭമാണ്, 3000 രൂപ ലാഭമാണ്. കാരണം എന്താ? പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വില കൂടി. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞപ്പോൾ 1500 നഷ്ടം, മെഷീനറിയുടെ വില കൂടിയപ്പോൾ 3000 രൂപ ലാഭം. അതുകൊണ്ട് ക്രെഡിറ്റിലും മറ്റേ ഡെബിറ്റിലും വന്നു. ഇനി നമുക്ക് എഴുതാനുള്ള അടുത്ത ജേണൽ എൻട്രി എന്താ നോക്കാം. അടുത്ത ജേണൽ എൻട്രി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റിൽ, ഫർണിച്ചർ ക്രെഡിറ്റിലാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റിലല്ലേ റീവാലുവേഷൻ ഉള്ളത്, അപ്പോൾ ഡെബിറ്റിൽ എഴുതുക. റീവാലുവേഷൻ ഡെബിറ്റിലാണ്, അപ്പോൾ ഡെബിറ്റിൽ എഴുതുക. ഓപ്പോസിറ്റ് ആയിട്ട് എന്താ? ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ്റെ ഡെബിറ്റിൽ ഞാൻ എന്ത് എഴുതും? ഫർണിച്ചർ എന്ന് എഴുതും. ടു ഫർണിച്ചർ. ഫർണിച്ചർ എമൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1000 ആയിരിക്കും. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഡെബിറ്റിൽ വന്ന ലോസാണ്, 1000 രൂപ ലോസാണ്. കാരണം എന്താണെന്നറിയോ? 10000 രൂപയായിരുന്നു ഫർണിച്ചറിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ വില, അത് 9000 ആയില്ലേ, അപ്പോൾ 1000 രൂപ നഷ്ടമാണ്. ക്ലിയർ. അപ്പോൾ ഡെബിറ്റിലായി. ഈസി. നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്താണ്? അടുത്ത ഐറ്റം നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രെഡിറ്റും ആണ്. ഇതൊക്കെ എങ്ങനെ വന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ ഡെബിറ്റിലായതുകൊണ്ട് ഡെബിറ്റിൽ എഴുതാം. ഓപ്പോസിറ്റ് എന്താ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 600. അപ്പോൾ ഞാൻ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ എഴുതാണ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എമൗണ്ട് 600. മക്കളെ, ഈ 600 രൂപ നഷ്ടമാണ്. കാരണം എന്താ പറയുക? ലാബിലിറ്റി കൂടി. പ്രൊവിഷൻ വെച്ചപ്പോൾ ലാബിലിറ്റി കൂടി. ലാബിലിറ്റി കൂടുമ്പോൾ നഷ്ടം. അപ്പോൾ അസറ്റ് കുറഞ്ഞാലും ലാബിലിറ്റി കൂടിയാലും ഈ സൈഡിലാണ് വരിക, അസറ്റ് കൂടിയാലും ലാബിലിറ്റി കുറഞ്ഞാലും അപ്പുറത്തെ സൈഡിലാണ് വരിക. ക്ലിയർ ആവുന്നുണ്ടല്ലോ പോയിന്റ്? നെക്സ്റ്റ് അടുത്തത്. ഇനി എന്താണ്? അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് റീവാലുവേഷൻ ഡെബിറ്റിലും ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് ക്രെഡിറ്റിലുമാണ്. നമ്മളെ അക്കൗണ്ട് ഏതാണ്? റീവാലുവേഷൻ അല്ലേ, ഡെബിറ്റിലല്ലേ, അപ്പോൾ ഡെബിറ്റിൽ എഴുതുക. ഓപ്പോസിറ്റ് എന്താ? ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് 200 എമൗണ്ട്. അപ്പോൾ ഞാൻ ഡെബിറ്റ് കൊണ്ടിട്ട് എഴുതാണ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്. ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല്. എത്ര എമൗണ്ട്? 200. ഇത് നഷ്ടമാണ്. കാരണം ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പൈസ കൊടുക്കാനുള്ളത് നമ്മുടെ നഷ്ടമാണ്. അത്രയും പൈസ നമ്മൾ കൊടുക്കാനുള്ളത് കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കൂടെ നമ്മൾ കാണിച്ചപ്പോൾ അത്രയും നഷ്ടമായി. നെക്സ്റ്റ് അടുത്തത് ഇനിയുള്ള എമൗണ്ട് എന്താണെന്ന് നോക്കാം. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റിലുമാണ്. അപ്പോൾ ക്രെഡിറ്റിൽ എഴുതാം. ഓപ്പോസിറ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ക്ലിയർ ആയതല്ലേ പോയിന്റ്? റീവാലുവേഷൻ ക്രെഡിറ്റിലാണ്, അപ്പോൾ ക്രെഡിറ്റിൽ എഴുതുക. ഓപ്പോസിറ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് കൊണ്ടിട്ട് എഴുതുക ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. 1000. ഇതെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ വാല്യൂ കൂടി, അപ്പോൾ ഇത് പ്രോഫിറ്റ്. നെക്സ്റ്റ് അടുത്തത് ഇനി ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. ഇവിടെ നോക്കാം അടുത്ത ഐറ്റം. ക്രെഡിറ്റേഴ്സ് ഡെബിറ്റും റീവാലുവേഷൻ ക്രെഡിറ്റും ആണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിൽ എഴുതുക ക്രെഡിറ്റേഴ്സ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിൽ എഴുതുക ബൈ ക്രെഡിറ്റേഴ്സ്. ഇത്ര എമൗണ്ട് 100. ഇത് ലാഭമാണ്. കാരണം എന്താണ്? ക്രെഡിറ്റിൽ വന്നു. റീസൺ എന്താണ്? ഈ പൈസ നമ്മൾ അവർ കൊടുക്കണില്ല, എടുക്കണില്ല എന്ന് പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ആ പൈസ ലാഭമല്ലേ, ഇനി കൊടുക്കണ്ടല്ലോ. യെസ്. അപ്പോൾ ഇത്രയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാനുള്ളത്. കഴിഞ്ഞു മക്കളെ. ജേണൽ എൻട്രി പഠിച്ചുകൊണ്ട് അത് നോക്കി എഴുതിയാൽ മതി, വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്യാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 2 സൈഡും ബാലൻസ് ചെയ്യാം. ഏതാ വലുത് നോക്കുക. 2 സൈഡും കൂട്ടിയിട്ട് ഏതാ വലുത് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3000 + 1000 + 100 4100 ഉണ്ട്. വലുതാണ് ആ 4100. 2 സൈഡും കൂട്ടി നോക്കണം കേട്ടോ. വലുതാണ് 2 സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4100 രൂപയുണ്ട്. 3000 രൂപ മെഷീനറിൻ്റെ വില കൂടി, ലാഭം. 1000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, ലാഭം. 100 രൂപ ക്രെഡിറ്റേഴ്സ് വാങ്ങുന്നില്ല, അപ്പോൾ അത് ലാഭം. അപ്പോൾ എത്ര രൂപ ലാഭമുണ്ട്? 4100. എന്നാൽ 4100 ഞാനിവിടെ 2 സൈഡിൽ എഴുതി. അതിൽ നിന്ന് 200 രൂപ കുറച്ചു. കാരണം എന്താ? ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാണ്ട്. മൈനസ് 600 രൂപ പ്രൊവിഷൻ വെച്ചു, ലാബിലിറ്റി കൂട്ടി, അപ്പോൾ അതിൽ നഷ്ടമാണ്, അപ്പോൾ അത് കുറച്ചു. പിന്നെ 1000 രൂപ ഫർണിച്ചറിൻ്റെ വില കുറഞ്ഞു, അപ്പോൾ അത് നഷ്ടമാണ്, കുറച്ചു. 1500 രൂപ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു, അപ്പോൾ അത് നഷ്ടമാണ്, അതും കുറച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി 800 ആണ് ഇവിടെ കിട്ടുക. ഈ 800 ആണെങ്കിൽ ബാക്കിയുള്ള പൈസ അത് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആർക്ക് അവകാശമുള്ളതെന്ന് അറിയോ? പുതിയ പാർട്ണർ വരുമ്പോൾ പുതിയ പാർട്ണർക്ക് ഇല്ല.
പഴയ പാർട്ട്നേഴ്സിന് മാത്രമേ ഇതിൽ അവകാശമുള്ളൂ. കാരണം അവരുടെ അസറ്റും അവരുടെ ലാബിലിറ്റിയും പുതിയ പാർട്ണർ വന്നപ്പോൾ റീവാല്യൂ ചെയ്താണ്. അപ്പോൾ ആ ലാഭ നഷ്ടം അവർ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? 2 പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കറണ്ട് അക്കൗണ്ടൊന്നും ഇല്ല. കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടൊക്കെ മാറ്റുക. ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ മാറ്റുക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരാണ് ആൾക്കാർ? പഴയ പാർട്ണേഴ്സ് ആരൊക്കെയാണ്? എയും ബി. ഈ 800 രൂപ എക്കും ബിക്കും നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. ഏത് റേഷ്യോയിൽ വീതിക്കുന്നുള്ളതാണ്. ഏത് റേഷ്യോയിൽ തുല്യമായിട്ട് വീതിക്കുക? 400 വീതിക്കുക? ഇല്ല, ഓൾഡ് റേഷ്യോയിൽ വീതിക്കുക. ന്യൂ റേഷ്യോയിലല്ല, പഴയ പാർട്ണേഴ്സിൻ്റെ റേഷ്യോയിൽ വീതിക്കും. 3:2 ആണ് റേഷ്യോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും ക്വസ്റ്റനിൽ. 3/5 എക്കും ഉണ്ടാവും, 2/5 ബിക്കും ഉണ്ടാവും. 800 × 3/5 ചെയ്ത് കഴിഞ്ഞാൽ 480 എക്ക് കിട്ടുക. ഓക്കെ, 800 × 2/5 ചെയ്ത് കഴിഞ്ഞാൽ 320 ആർക്ക് കിട്ടുക? ബിക്ക് കിട്ടുക. ഇത് രണ്ടും അവരുടെ പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കും, പ്രോഫിറ്റായിട്ട് കൊടുക്കും. ഇതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഇനി നമ്മളെ പണി എന്താണെന്നറിയാം? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഇതിന് ഒരു ജേണൽ എൻട്രി ഇതാണ്. ബാക്കി എല്ലാത്തിനും ജേണൽ എൻട്രി ഉണ്ട്. ഇതാണ് നമ്മൾ ആ സ്പേസ് വിട്ടത്. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? വെരി സിമ്പിൾ. ഇത് എഴുതാൻ വളരെ ഈസിയാണ്. റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ ഡെബിറ്റ്? റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലല്ലേ ഈ ഐറ്റം ഉള്ളത്? അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് എന്ന് എഴുതുക. ഓപ്പോസിറ്റ് എന്താ? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല, 2 പാർട്ണേഴ്സ് ഉണ്ട്. അപ്പോൾ എൻട്രി എന്താണെന്നറിയോ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈസി. അപ്പോൾ ആ എൻട്രിയും കൂടെ ഞാൻ എഴുതി വെക്കുകയാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ലാസ്റ്റ് ജേണൽ എൻട്രി. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് ഐറ്റംസ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റിലാണ്. എത്ര രൂപയുണ്ട്? 800 രൂപ. 2 2 ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഒന്ന് എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എക്ക് അതിൽ അവകാശമുണ്ട്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 480. ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 320 വരും. ഇനി ഞാനിതിൻ്റെ നരേഷനും കൂടെ എഴുതി വെക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി. ഈസി. നരേഷൻ എഴുതാം. എന്താ നരേഷൻ എഴുതുക? ബീയിങ് റീവാലുവേഷൻ പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ലേ ഇത്? അതുകൊണ്ടല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടിയതുകൊണ്ടല്ലേ ക്രെഡിറ്റ് ആയത്. ബീയിങ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ആൻഡ് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ ഓൾഡ് റേഷ്യോ 3:2. അവരുടെ പഴയ റേഷ്യോയിൽ എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു. ജേണൽ എൻട്രി കഴിഞ്ഞു, റീവാലുവേഷൻ അക്കൗണ്ടും കഴിഞ്ഞു. ഇനി ഒറ്റ അക്കൗണ്ടോടെ ബാക്കിയുള്ളത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ആ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോപ്പിക്ക് സ്റ്റോപ്പ് ചെയ്യാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് ഒരു ഡേറ്റിൻ്റെ കോളം കൊടുക്കുക, പിന്നെ പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ഒരു JFൻ്റെ കോളം, പിന്നെ 3 പാർട്ണേഴ്സ് ഇല്ലേ? എ, ബി, സി. പിന്നെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ്, JFൻ്റെ കോളം, ഒരു എൻ്റെ കോളം, പിന്നെ ബീൻ്റെ കോളം, സീൻ്റെ കോളം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എ, ബി, സി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എ, ബി, സി. ഇങ്ങനെ നമ്മൾ കോളം വരച്ചു. ഇനി നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് തുടങ്ങുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് കിട്ടും. ആ ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കിയാൽ, ലാബിലിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് എ, ബി. എൻ്റെ 30,000 കൊടുക്കാനുണ്ട്, ബിക്ക് 20,000 കൊടുക്കാനുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്ന ഒരാൾ വരുന്നതിന് മുമ്പ് തന്നെ എക്ക് 30,000 രൂപ ലാബിലിറ്റി ഉണ്ട്, ബിക്ക് 20,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. സോ ഈ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ എവിടെ എഴുതാമെന്നറിയോ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. പാർട്ണേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ ക്രെഡിറ്റിൽ എഴുതുക. അപ്പോൾ ഞാൻ ഇവിടെയാണ് എഴുതുക 1/4/15. ഇവിടെ എഴുതുമ്പോൾ ബൈ
തുടക്കത്തിലുള്ള ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ബി ബാർ ഡി എന്ന് എഴുതാം. എത്ര രൂപ എക്ക് കൊടുക്കാണ്ട്? എക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന എമൗണ്ട് 30,000, ബിക്ക് കൊടുക്കാനുള്ളത് 20,000 ആണ്. സിക്ക് എന്തായാലും തുടങ്ങുമ്പോൾ കൊടുക്കാണ്ടാവില്ല, കാരണം സി ആണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ സി വരുന്ന സമയത്ത് സിക്ക് പൈസ കൊടുക്കാണ്ടാവോ? ഇല്ല, സി പുതിയതായിട്ട് ഇറക്കിയതാണ് പൈസ. അപ്പോൾ എക്ക് 30,000 കൊടുക്കാണ്ട്, ബിക്ക് 20,000 കൊടുക്കാണ്ട്, സിക്കൊന്നും കൊടുക്കാനില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജേണൽ എൻട്രി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അതാണ് കുറച്ച് എളുപ്പം. ജേണൽ എൻട്രി ഇല്ലാത്ത കേസിൽ എങ്ങനെയെന്നുള്ള അടുത്ത ക്വസ്റ്റ്യനിൽ പറയും. ഈ ക്വസ്റ്റ്യനിൽ ജേണൽ എൻട്രി ഉള്ളതുകൊണ്ട് അത് നോക്കി പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എൻട്രി എന്താണെന്നറിയോ? ബാങ്ക് ഡെബിറ്റ്, സീസ് ക്യാപിറ്റൽ ക്രെഡിറ്റ്. മക്കളെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നേരത്തെ റീവാലുവേഷൻ പറഞ്ഞപ്പോൾ റീവാലുവേഷനെ പിടിച്ചത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിടിച്ചോണം. ഇതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. ഈ സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റാണ്. അപ്പോൾ സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതണം. സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിൽ എഴുതണം. എന്താ എഴുതണമെന്ന് അറിയോ? ഓപ്പോസിറ്റിലായിട്ട് എഴുതുക. മക്കളെ ക്രെഡിറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഡെബിറ്റാണ്. ക്രെഡിറ്റിന് ക്രെഡിറ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പേര് ഒരിക്കലും എഴുതണ്ട. ക്രെഡിറ്റിൻ്റെ ശത്രു ഡെബിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്രെഡിറ്റ്. അങ്ങനെ പഠിച്ചാൽ നല്ല സുഖമാണ്. അപ്പോൾ സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതണം. അത് ക്രെഡിറ്റിലാണ്. ഇത് ക്രെഡിറ്റ് അല്ലേ? എത്ര രൂപ എഴുതണം? 15,000 രൂപ. ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണ്? ഡെബിറ്റാണ്. ഏതാണ് ഓപ്പോസിറ്റ്? ബാങ്ക്. ഗുഡ്വിൽ ക്രെഡിറ്റിലാണ്, ഗുഡ്വിൽ എഴുതാൻ പാടില്ല. ബാങ്ക് എന്ന് എഴുതാം. അപ്പോൾ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് എടുക്കുകയാണ്. ഇവിടെ എഴുതാണ് ബൈ ബാങ്ക്. ഓപ്പോസിറ്റ് ബാങ്കാണ് കേട്ടോ. ക്രെഡിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റാണ്. സീൻ്റെ അക്കൗണ്ടിലല്ലേ? സീസ് ക്യാപിറ്റൽ എന്നല്ലേ കണ്ടത്? എത്ര രൂപ? 15,000. ഈ പൈസ സി കൊടുക്കാനുള്ളതാണ്. ഈ 15,000 രൂപ ആർക്ക് കൊടുക്കാനുള്ളതാണ്? സിക്ക് കൊടുക്കാനുള്ള പൈസയാണ്. കാരണം സി ക്യാപിറ്റലായിട്ട് ഇറക്കിയ പൈസയാണ്. അപ്പോൾ ആ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? അടുത്ത ജേണൽ എൻട്രി നോക്കുക. ഇവിടെ കാണാം ഗുഡ്വില്ല് ഡെബിറ്റ്, എസ് ക്യാപിറ്റലും ക്രെഡിറ്റ്, ബീസ് ക്യാപിറ്റലും ക്രെഡിറ്റ്. അതായത് ഈ സി കൊണ്ടുവന്ന ഗുഡ്വില്ല് എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് കൊടുക്കണം, ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് കൊടുക്കണം. ക്ലിയർ? സോ അപ്പോൾ എൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 3,000 എഴുതണം, ബീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 2,000 എഴുതണം. ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണ്? ഗുഡ്വില്ല്. അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ആയിട്ടും ഗുഡ്വില്ലല്ലേ? ഇവിടെ എഴുതാണ് ബൈ ഗുഡ്വിൽ. എൻ്റെ 3,000 ഇട്ട് കൊടുക്കുക. എൻ്റെ അക്കൗണ്ടിക്ക് 3,000 ഇട്ട് കൊടുക്കുക. ബീൻ്റെ അക്കൗണ്ടിക്ക് 2,000 ഇട്ട് കൊടുക്കുക. സിക്ക് ഗുഡ്വില്ലിലെ ഷെയർ കിട്ടുമോ? ഇല്ല. അപ്പോൾ എക്ക് 30,000 3,000 കിട്ടി. 33,000 ആയി. കാരണം 30,000 ഓൾറെഡി ഉണ്ട്. 3,000 സി കൊണ്ടുവന്ന് സമ്മാനം കൊടുത്തു അല്ലേ? ബിക്ക് 20,000 ഓൾറെഡി ഉണ്ട്. 2,000 രൂപ സി സമ്മാനം കൊടുത്തു. അങ്ങനെയുള്ളത്. സി ഒരു 15,000 എക്സ്ട്രാ ഇറക്കിയതുകൊണ്ട് ആ 15,000 സിക്ക് ലാസ്റ്റ് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ജേണൽ എൻട്രിയിൽ അവിടെ ക്യാപിറ്റൽ കാണുന്നത് പിടിച്ചോളൂ. കാരണം എല്ലാത്തിനും ജേണൽ എൻട്രി ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ അടുത്ത ജേണൽ എൻട്രി നോക്കുമ്പോൾ ഇതിൽ ക്യാപിറ്റൽ ഇല്ല, ഇതിൽ ക്യാപിറ്റൽ ഇല്ല, ഇതിൽ ക്യാപിറ്റൽ ഇല്ല, ഇതിൽ ക്യാപിറ്റൽ ഇല്ല, ഇവിടെ ഒന്നും ക്യാപിറ്റൽ ഇല്ല കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ ഇല്ല, ഇവിടെ ക്യാപിറ്റൽ ഇല്ല, ഇവിടെയും ക്യാപിറ്റൽ ഇല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ഇവിടെ എൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ്, ബീൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ്. ഓപ്പോസിറ്റ് എന്താ? റീവാല്യൂഷൻ. അസറ്റിൻ്റെയും ലാബിലിറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്തപ്പോൾ പ്രോഫിറ്റിന്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ ക്യാപിറ്റലിൽ 450 എഴുതുക, ബീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 320 എഴുതുക. ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്? റീവാല്യൂഷൻ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കിക്കോ. ഇപ്പോൾ ഗുഡ്വിൽ എഴുതി അതേപോലെ ബൈ റീവാല്യൂഷൻ, ഈ സൈഡിൽ അതുകൊണ്ട് പ്രോഫിറ്റാണ്. 450 എക്ക് കിട്ടും, 320 ബി കിട്ടും. സിക്ക് റീവാല്യൂഷൻ പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. ക്ലിയർ അല്ലേ പോയിന്റ്? ഇത്രയേ ഉള്ളൂ ട്രീറ്റ് ചെയ്യാൻ. കഴിഞ്ഞു. ഇനി എന്താ ചെയ്താൽ മതി എന്നറിയോ? രണ്ട് സൈഡും ബാലൻസ് ചെയ്യാം. ഇത്ര വലുതാക്കി വരക്കൊന്നും വേണ്ട, ചെറുതാക്കി വരച്ചാൽ മതി. ആദ്യമേ ബാലൻസ് ചെയ്യാണ്. എത്ര രൂപ നമ്മൾ എക്കും ബിക്കും സിക്കും കൊടുക്കാണ്ടെന്നുള്ളത് എഴുതാൻ പോവാണ്. നോക്കാം. എക്ക് 30,000 ഉണ്ട്, പിന്നെ 3,000 രൂപ ഗുഡ്വില്ലായി, 450 റീവാല്യൂഷൻ പ്രോഫിറ്റായി. 33,480 നമ്മൾ എക്ക് കൊടുക്കാനുള്ള പൈസ. അത് രണ്ട് സൈഡിൽ എഴുതി വെച്ചു. 33,480. ഈ സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുക ടു ബാലൻസ് സി ബാർ ഡി. ആ പൈസ നമ്മൾ സ്റ്റിൽ കൊടുക്കാനുണ്ട്. 33,480 നമ്മൾ എക്ക് കൊടുക്കാനുണ്ട്. ക്ലിയർ? ഇനി ബിക്ക് തുടങ്ങുമ്പോൾ ഒരു 20,000 ഉണ്ട്, പിന്നെ 2,000 ഗുഡ്വില്ലിൻ്റെ ഷെയർ, 320 പ്രോഫിറ്റ് അടക്കം 22,320 വരും. 22,320 ഇതാണ് ബിക്കുള്ള പൈസ. 22,320 ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? ബിക്ക് കൊടുക്കണം. 22,320.
നെക്സ്റ്റ് സിക്ക് ഒരു 15,000 രൂപ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം 20,000 കൊടുക്കാൻ പറ്റില്ല, കാരണം 5,000 കുടിവിൽ ഇവർക്ക് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. 15,000 അയാൾ ക്യാപിറ്റലായിട്ട് ഇറക്കിയ പൈസ, ആ 15,000 തന്നെ ഉള്ളൂ. ആ 15,000 രൂപ നമ്മൾ അയാൾക്ക് ഇനി എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. സോ ഇത്രയും കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിൽ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പഠിക്കാം. അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്ക് ക്ലിയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. അതിൽ ഞാൻ കോൺസെപ്റ്റ് വെച്ച് ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്യും. നമ്മുടെ ജേണൽ എൻട്രി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, അതിൽ പറയുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഫൈൻ.